ഒരു ടെൻഷനുണ്ടോ, നെഞ്ചിലിപ്പ്? ഞാൻ നേരത്തെ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചതാ, ഇപ്പൊ ടെലിസ്കോപ്പ് വെച്ചാൽ പഞ്ചാരി മേളം ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും ലാസ്റ്റ് ദിവസം ഒരു വലിയ ടെൻഷൻ ഉണ്ട്. അതില്ല എന്ന് പറയുന്നതൊക്കെ ഒരു അഭിനയമാണ്. ഇതിൻ്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മൾ ഈ ലാസ്റ്റ് ദിവസം സമയം പോകാൻ ഭയങ്കര ലാഗാണ്. കാരണം ഈ ലാസ്റ്റ് ദിവസത്തെ 24 മണിക്കൂർ എന്ന് വെച്ചാൽ ഒരാഴ്ച പോലെ. പ്രത്യേകിച്ച് രാവിലെ 6 മണിയായിട്ട് 8-8:15 വരെ ഈ ഫസ്റ്റ് റൗണ്ട് വരുന്നവരുണ്ടല്ലോ, ഭയങ്കര ലാഗാണ്. ടെൻഷൻ അടിച്ച് നമ്മൾ വല്ലാതാവുന്നൊരവസ്ഥയാണ്. പക്ഷേ തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടാകുമല്ലോ അഭിനയിക്കുന്നില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും, എല്ലാ സ്ഥാനാർത്ഥികൾക്കും ടെൻഷനുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയോന്ന്? അല്ല, ഉറക്കമൊന്നും കുഴപ്പമില്ല. ഉറങ്ങി എണീറ്റ് രാവിലെ ഇപ്പോൾ ഫീൽഡിൽ പോകാൻ തുടങ്ങുമ്പോൾ ചെറിയ ടെൻഷനുണ്ട്. സ്വാഭാവികമല്ലേ? കാര്യങ്ങൾ നന്നായിട്ട് വരുന്നുള്ള പൂർണ്ണ വിശ്വാസം. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചല്ലേ ശ്രീ ശബരിനാഥ്? ഇപ്പം നേമത്ത് നല്ല മത്സരമാണ് കേട്ടോ. അങ്ങയുടെ ഒരു വരവും കൂടി വന്നപ്പോഴാണ് ആ മത്സരത്തിൻ്റെ എങ്ങനെ പ്രവചനാതീതമായിട്ട് അങ്ങ് മാറി. അല്ലെങ്കിൽ ആ മത്സരം LDFും NDAയും എന്ന മട്ടിലാണല്ലോ അത് ക്യൂറേറ്റ് ചെയ്യപ്പെട്ടത്. ശബരിനാഥ് കൂടി വരുന്നതോടുകൂടി ഒരു ത്രികോണ മത്സരത്തിൻ്റെ ശക്തമായൊരു പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു ത്രികോണ മത്സരം അവിടെ നടന്നു അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാൻഡിഡേറ്റ് വരുന്ന സമയത്തൊക്കെ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ LDF വേഴ്സസ് BJP എന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇലക്ഷൻ പോളിംഗ് ഡേ 6 മണി കഴിയുമ്പോഴേക്കും അവിടുത്തെ ജനങ്ങളുടെയും പൊതുവേ ഉള്ളൊരു ഫീഡ്ബാക്ക് ഏറ്റവും കഠിനാധ്വാനം ചെയ്ത സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും ഫീൽഡിൽ വളരെ നല്ല ഒരു വർക്ക്, ഇതുവരെ കാണാത്ത ഐക്യത്തോടുള്ള വർക്ക് UDFൻ്റെ ഉണ്ടായിട്ടുണ്ട്. വലിയ പോസിറ്റീവ് റെസ്പോൺസും ഉണ്ടായിട്ടുണ്ട്. മാക്സിമം വീടുകൾ കയറാൻ നമ്മൾ നോക്കി. പ്രവർത്തകരും അലേർട്ടായിരുന്നു. നമ്മുടെ എല്ലാ ബൂത്തുകളിലും നമുക്ക് ഇൻ ഏജൻറ്റുമാരും ഔട്ട് ഏജൻറ്റുമാരും ഒക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടീം വർക്കിൽ വലിയ കോൺഫിഡൻസ് നമുക്കുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. ഇലക്ഷന് ശേഷം ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഈ നിയമത്തിൽ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പക്ഷേ കഴിഞ്ഞൊരു 3-4 ഇലക്ഷൻ്റെ ഒരു സ്റ്റൈൽ വെച്ചായിരിക്കാം ഒരു അസംഷൻ വെക്കാറുണ്ട്. ഇന്ന മേഖല എന്ന് വെച്ചാൽ BJP വോട്ടുകൾ, ഇന്ന മേഖല എന്ന് വെച്ചാൽ LDF വോട്ടുകൾ. അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കുമുള്ള വോട്ടുകളുണ്ട്. അത് നാളെ വോട്ടിംഗ് കൗണ്ടിങ് തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കിയോളും. അവിടെ കൃത്യമായിട്ടൊരു സ്പേസ് UDFനും കോൺഗ്രസിനും ഈ നഗരത്തിലുള്ളതുപോലെ തന്നെ നിയമത്തുമുണ്ട്. അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും.